സാർ, ജതി വായ്പാട്ടിനായി ഒരു സ്ത്രീ വന്നിരിക്കുന്നു. അപ്പോ ഇന്നലെയല്ലേ ഇന്റർവ്യൂ ഡേറ്റ്? അങ്ങനല്ലേ സാർ നാളെ വരണമെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ്. ഓഹോ, ശരി. എത്ര പേര് വന്നിട്ടുണ്ട്? ഒരേ ഒരു സ്ത്രീ മാത്രമേ വന്നിട്ടുള്ളൂ. ഇന്നലെ വന്നവരാരും ഇന്ന് വന്നിട്ടില്ല സാർ. ഓക്കെ, വരാൻ പറയും. യെസ് സാർ. സർ, അകത്തേക്ക് വരാമോ? വരൂ അമ്മേ. ഇരിക്കൂ. ശരിയായിരിക്കൂ. താങ്കൾക്ക് സുഖമില്ലാത്ത പോലെ തോന്നുന്നു. ഞാൻ വേണമെങ്കിൽ കാപ്പി കൊണ്ടുവച്ചെന്ന് പറയാം. അത് ഒന്നും വേണ്ടമ്മേ. അവിടുത്തെ പേര്? കല്യാണി. ഉള്ളത് പറഞ്ഞാൽ നിങ്ങളുടെ പേരിനും രൂപത്തിനും തമ്മിൽ ഇണക്കമുള്ളതായി തോന്നുന്നില്ല. ആം ഐ റൈറ്റ്? എന്ന് പറയാനൊന്നുമില്ല. എന്റെ പേര് കല്യാണി എന്നാണ്. മറ്റൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ലക്ഷ്മിയെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ലക്ഷ്മി എന്ന് നിങ്ങളുടെ പേരിരിക്കട്ടെ. എന്താ, നിങ്ങൾക്ക് ആ പേര് പിടിച്ചില്ലേ? അങ്ങനൊന്നുമില്ല. ഇപ്പോ പേര് മാറ്റേണ്ട ആവശ്യം ഇല്ലാതില്ല. കല്യാണി എന്ന് വിളിക്കുന്നതിനേക്കാൾ ലക്ഷ്മി എന്ന് വിളിക്കുന്നതിൽ ഒരു ഗൗരവം തോന്നുന്നില്ലേ? നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും പറ്റി അറിയുന്നതിൽ എതിർപ്പുണ്ടോ? സർ, ഇന്റർവ്യൂവിൽ പേഴ്സണൽ കാര്യങ്ങളെ പറ്റി ചോദിക്കുന്ന തെറ്റാണ്. ക്ഷമിക്കണം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ വേല ചെയ്യാൻ വരുന്ന ഒരു കുടുംബത്തെ പറ്റി ഞങ്ങൾ അന്വേഷിക്കുന്നത് പതിവുണ്ട്. അവരിവിടെ തുടർന്നിരിക്കുന്നവരാണോ, സിൻസിയറായി ജോലി ചെയ്യുമോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് ഇതുതവുമല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങളുടെ കുടുംബത്തെ പറ്റി. ഭർത്താവുണ്ട്, ഒരേ ഒരു മകൻ. ഇവിടെ തന്നെ ഉണ്ടോ? ഒന്നിച്ചിരിക്കാൻ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. അവരെ വിട്ടുപിരിഞ്ഞു വന്നിരിക്കാണ്. സോറി മാഡം, താങ്കൾക്ക് ജോലി തരണമെന്നുള്ള ആശ കൊണ്ടാണ്. അതുകൊണ്ടെന്താ, വിഷയമില്ല. താങ്കളുടെ വോയിസ്, സംഗീതജ്ഞാനം എല്ലാം അറിയാനൊരു ചെറിയ ടെസ്റ്റ്. ഒരു പാട്ട് പാടുമേ? തുടങ്ങിടും താരാട്ട്, നമ്മെ നിത്യവും തുടർന്നിടും ഒരു പാട്ട്. തൊട്ടിലിൽ തുടങ്ങിടും താരാട്ട്, നമ്മെ നിത്യവും തുടർന്നിടും ഒരു പാട്ട്. ഏതൊരു ഗന്ധർവ്വൻ മനസ്സിലിരിക്കുന്നു, ഇറക്കി വച്ചിടാം അത് കേട്ട്. ഏതൊരു ഗന്ധർവ്വൻ മനസ്സിലിരിക്കുന്നു, ഇറക്കി വച്ചിടാം അത് കേട്ട്. ഹലോ രവതി, അപ്പോയിന്റ്മെന്റ് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് വേഗം കൊണ്ടുവരും. പേരെന്താ സർ? പേര് മിസസ് ലക്ഷ്മി. ഓക്കെ സർ, കൊണ്ടുവരാം. ഈ ബന്ധം വിട്ടുപോകില്ല എന്ന് വിചാരിക്കുന്നു. ഐ മീൻ,
ഈ കലാമന്ദിരത്തിൽ താങ്കൾ ആയുസ് മുഴുവൻ എന്നോടൊത്തിരിക്കുമെന്നും. രേവതി, അമ്മയ്ക്ക് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യൂ. ശരി സർ. അമ്മേ, സോറി മാഡം, ഇത് ടൈപ്പിസ്റ്റ് രേവതി. കയ്യൊപ്പിടുമ്പോഴെല്ലാം എന്റെ അമ്മ കുട്ടിക്കാലത്തിൽ എഴുതിച്ചിട്ടുള്ളതൊക്കെ ഓർമ്മ വരും. അമ്മേ, നിങ്ങൾ എന്നെ അറിയില്ല, എന്നാൽ എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ലമ്മേ. നിങ്ങൾ ചെറിയ പ്രായത്തിൽ ചെയ്തത് ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നമ്മേ. എന്നെ കബളിപ്പിച്ച് പാലിൽ ഉറക്കം മരുന്നിട്ട് തന്നിട്ട് പൊയ്ക്കളഞ്ഞില്ലേ? നിങ്ങളെ കാണാഞ്ഞ് ഞാൻ എത്ര പാടുപെട്ടമ്മേ. അമ്മേ, അതൊന്നും നിങ്ങൾക്കിപ്പോ അറിയില്ല. ഇപ്പൊ കണ്ടോ, നിങ്ങൾ എന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ല ഞാൻ നിങ്ങളുടെ മകനാണെന്ന്. സ്വന്തം മകനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് കുറച്ചു നാളേക്കാണെങ്കിലും നോക്കി രസിക്കാൻ പാടില്ലേ? ഒരു ദിവസം വരും, എല്ലാരും ഒരുമിച്ചിരിക്കുമ്പോ ഞാൻ ശബ്ദമായിട്ട് അമ്മേ അമ്മേന്ന് ഉറക്കെ വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും